മാധ്യമപ്രവർത്തകൻ ശ്രീകുമാർ കുടിലൊപ്പം ഒപ്പം ചേരുന്നുണ്ട്. കോൺഗ്രസ് ഐക്യത്തോടുകൂടി മുന്നോട്ട് പോകണം, ഒരു സംയുക്ത വാർത്താ സമ്മേളനം വിളിക്കണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഈ രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിലെ ഒരു തീരുമാനമായി വന്നിരുന്നു. എന്നാൽ നിർഭാഗ്യമെന്ന് പറയട്ടെ, അതൊന്നുമേ നടക്കുന്നില്ല. കോൺഗ്രസിൽ അനൈക്യം നടമാടുന്നു എന്നുള്ളൊരു ആരോപണം വരുന്നു. അങ്ങ് ഇത് ശ്രദ്ധിച്ചു കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എങ്ങനെയാണ് ഇതിനോടൊക്കെ പ്രതികരിക്കുന്നത്? അതായത് കോൺഗ്രസിലെ ഒരു യോഗം ചേരുമ്പോൾ സാധാരണ രീതിയിൽ അതിന്റെ തുടക്കം വളരെ ശാന്തമായിട്ടും അവസാനം രൂക്ഷമായിട്ടും പരിണമിക്കാറുണ്ട്. ഇത്തവണ രാഷ്ട്രീയകാര്യ സമിതി യോഗം ചേർന്നപ്പോഴും വളരെ ശാന്തമായി തുടങ്ങി വളരെ പ്രതീക്ഷ നൽകിയ ഒരു ചർച്ച അവിടെ നടന്നിരുന്നു എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. പക്ഷെ പിന്നീട് അവസാനം എത്തിയപ്പോൾ ശ്രീ അനിൽകുമാർ വി സതീശനുമായിട്ടുള്ള തർക്കത്തിൽ അത് അങ്ങ് പൊളിഞ്ഞു പോയി എന്നുള്ളതാണ് അറിഞ്ഞത്. അതില് ഇപ്പൊ നിങ്ങൾ ഈ പറയുന്ന ഒരു സർവേയുടെ കാര്യത്തെ പറ്റി പറയുന്നുണ്ട്. ഈ സർവേ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സർവേ അല്ലത്. അതായത് ജില്ലകളിലെ ഓരോ നേതാക്കളും അവരവർക്ക് താല്പര്യമുള്ള പ്രാദേശിക നേതാക്കളോടും അങ്ങനെയുള്ള എല്ലാ ബന്ധുക്കളോടും ചോദിക്കുന്നുണ്ട്. ബന്ധുക്കൾ എന്ന് വെച്ചാൽ പത്രസുഹൃത്തുക്കളിൽ പെടുന്ന വിചാരിച്ചോളൂ. അവരൊക്കെ കണക്കിലെടുത്തുകൊണ്ട് ഇങ്ങനെ ഏതെങ്കിലും മണ്ഡലങ്ങളുടെ അവസ്ഥ എന്താണ് എന്ന് ചോദിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. 63 മണ്ഡലം എന്ന് പറഞ്ഞാൽ 140 63 മണ്ഡലങ്ങളല്ല, 140 കോൺഗ്രസ് ജയിക്കുന്ന 10-65 മണ്ഡലങ്ങൾ എല്ലാ കാലത്തും വൻ ഭൂരിപക്ഷം കിട്ടുമ്പോൾ ജയിക്കാറുണ്ട്. അതിൽപ്പെട്ട 63 മണ്ഡലങ്ങളാണെന്നാണ് ഞാൻ കരുതുന്നത്. ആ മണ്ഡലങ്ങളെ കുറിച്ച് ഒരു അഭിപ്രായങ്ങൾ അതാത് പ്രാദേശിക ചോദിക്കുന്നത് തെറ്റൊന്നുമില്ലാതെ ശ്രീ തണ്ണിക്കുട്ടി പറഞ്ഞതിന് മുമ്പും നടന്നിട്ടുണ്ട്. പക്ഷെ അത് ആരും അങ്ങനെ ചെയ്യില്ല എന്നുള്ളതാണ് വസ്തുത. കാരണം എല്ലാവരും 5 കൊല്ലം കഴിയുമ്പോൾ ഞങ്ങൾ ജയിക്കും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അത് മാറിയ സാഹചര്യത്തിലാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇന്ന അസംബ്ലി മണ്ഡലങ്ങളിൽ എത്ര മുനിസിപ്പാലിറ്റി ഉണ്ട്, എത്ര പഞ്ചായത്ത് ഉണ്ട്, നമ്മൾ എത്ര ഭരിക്കുന്നു, നമുക്ക് എത്ര കിട്ടാം, ഇതൊക്കെയാണ് അന്വേഷിച്ചതെന്നാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ അന്വേഷിക്കുമ്പോൾ അത് പ്രാദേശിക തലത്തിലുള്ള നേതാക്കളെ നമുക്ക് ഇന്ന കാര്യങ്ങൾ കൊണ്ട് ഇന്ന സ്ഥലത്ത് ഇന്ന പഞ്ചായത്ത് നഷ്ടപ്പെടും, ഇന്ന മുനിസിപ്പാലിറ്റി കിട്ടുമെന്നൊക്കെ പറയും. അത് വെച്ചുകൊണ്ട് സതീശൻ ഒരു അഭിപ്രായം അവിടെ പൂർണ്ണമായും പറയുന്നതിന് മുമ്പ് ഒരു ഇടച്ചോദ്യം ചോദിച്ചതോടെ അദ്ദേഹം അവിടെ ഇരുന്നു. അദ്ദേഹം പറഞ്ഞില്ല. അദ്ദേഹത്തിന് പറയാനുള്ള അവസരം കൊടുത്തിരുന്നെങ്കിൽ തർക്കം വരുമായിരുന്നില്ല. ഇതിലിപ്പോ AICC ഇടപെടുന്നു എന്നൊക്കെ പറയുന്നത് എനിക്ക് തോന്നുന്നില്ല. അതൊക്കെ മാതൃഭൂമിക്ക് കിട്ടിയ റിപ്പോർട്ട് ശരിയാണ് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ എന്തായാലും അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. എന്തായാലും അവിടെ നടന്ന തർക്കം എന്ന് വെച്ചാൽ സതീശനും അനിൽകുമാറും തമ്മിലുള്ള തർക്കം, അത് ആ തർക്കത്തിന് ഒരു അടിസ്ഥാനം എന്തെന്ന് എനിക്ക് പറയുന്നത്. കാരണം വെച്ചാൽ ഒരു പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിന്റെ ഒരു വിഷയം അവതരിപ്പിക്കുമ്പോൾ ആ വിഷയത്തിന്റെ അന്തിമ ഫലം എന്താണെന്ന് കൂടി നോക്കിയിരിക്കണ്ടേ. അതിനിടയ്ക്ക് തീർച്ചയായിട്ടും ഞാൻ അങ്ങ് പറയുന്നതിനോട് പൂർണ്ണമായി യോജിക്കുന്നു. കാരണം ശരിയാണ്, രാഷ്ട്രീയ സമിതി യോഗം ചേരുമ്പോൾ പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയും. അതിനൊരു പക്ഷേ മുതിർന്ന കോൺഗ്രസ് നേതാക്കളോ അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ അതിനകത്ത് എതിരഭിപ്രായം പറയാം. ഇതെല്ലാം ഉൾപാർട്ടി ജനാധിപത്യത്തിൽ സ്വാഭാവികമായി സംഭവിക്കുന്ന കാര്യമെന്ന രീതിയിൽ തന്നെ നമുക്കതിനെ വിലയിരുത്താം. എന്നാൽ വാർത്തകൾ വരുന്നു, ഒരു സംയുക്ത വാർത്താ സമ്മേളനം വിളിച്ചുകൊണ്ട് ഈ പ്രശ്നങ്ങൾ അങ്ങനെ കോൺഗ്രസിൽ അനൈക്യമില്ല എന്ന് തെളിയിക്കുവാൻ വേണ്ടിയുള്ള ഒരു ശ്രമം നടത്താം എന്നൊരു നിർദ്ദേശം വരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ സംയുക്ത വാർത്താ സമ്മേളനം ഉണ്ടാകുമെന്ന് അറിയിക്കുന്നു. പക്ഷേ അതിതുവരെ നടന്നിട്ടില്ല. അല്ല, സംയുക്ത വാർത്താ സമ്മേളനം അങ്ങനെ ഔദ്യോഗികമായിട്ട് തീരുമാനിച്ചിട്ടില്ലെന്നാണ് ഞാൻ അറിഞ്ഞത്. അത് കഴിഞ്ഞാൽ രാഷ്ട്രീയകാര്യ സമിതി കഴിഞ്ഞാൽ വാർത്താ സമ്മേളനം നടത്തണം. അതിന് പ്രതിപക്ഷ നേതാവും KPC പ്രസിഡന്റ് അത് എല്ലാ കാലത്തും ചെയ്യാറുള്ളതാണ്. അത് ഇത്തവണ എന്താണ് ഈ സംയുക്ത വാർത്താ സമ്മേളനം എന്ന് പറഞ്ഞ് ഇത്ര പ്രാമുഖ്യം കൊടുക്കുന്ന എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഓപ്പോസിഷൻ പ്രതിപക്ഷ നേതാവ് എന്നല്ല അതിന്റെ അർത്ഥം. UDF ചെയർമാനും KPCC പ്രസിഡന്റും UDF കൺവീനറും കൂടെ പത്രസമ്മേളനം നടത്തുന്ന ഒരു സ്വഭാവം കോൺഗ്രസിലുണ്ട്. അത് ഇപ്പം ആദ്യമായിട്ടല്ല. ഒരു സതീശൻ, സുധാകരൻ, രമേശ് അങ്ങനെയുള്ള ഒരു തർക്കമൊക്കെ നിലനിൽക്കുന്നു എന്ന മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ മാധ്യമ പ്രവർത്തകർ അതിന്റെ കൗതുകത്തോടെ കൊടുത്തതായിരിക്കും സംയുക്ത വാർത്താ സമ്മേളനം നടത്താൻ പോകുന്നു എന്നുള്ളത്. ഇപ്പൊ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം നമ്മൾ നടത്താൻ പോകുന്ന വിഷയമാക്കാറുണ്ടല്ലോ, അതുപോലെ ആയിരിക്കും. അല്ലാണ്ട് അതിൽ പ്രത്യേകിച്ചൊന്നുമില്ല. അതവർക്ക് സൗകര്യം കിട്ടിക്കാണില്ല, അത്രേ ഉള്ളൂ. ഇപ്പൊ ഇനി അഥവാ അങ്ങനെ സംയുക്ത വാർത്താ സമ്മേളനം നടത്തിയിട്ട് എന്താ പ്രയോജനമുള്ളത്? അതായത് ഐക്യം എന്ന് പറയുന്നത് വാർത്താ സമ്മേളനത്തിലല്ല വരേണ്ടത്. ഐക്യം എന്ന് പറയുന്നത് താഴെത്തട്ടിലേക്കുള്ള സന്ദേശമാണ്. ആ സന്ദേശം കൊടുക്കാൻ എല്ലാ നേതാക്കൾക്കും കഴിയണം. അത് കഴിയാതെ വന്നാൽ ഒരു സംയുക്ത വാർത്താ സമ്മേളനം കൊണ്ടും കാര്യമില്ല. വളരെയധികം നന്ദി അതിനോട് പ്രതികരിച്ചതിന്. അദ്ദേഹം പറയുന്നത് സംയുക്ത വാർത്താ സമ്മേളനം നടത്തി താഴെത്തട്ടിലേക്ക് കൂടി ഈ ഐക്യം കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഒരു നീക്കം അവർക്ക് നടത്താമായിരുന്നു. പക്ഷെ അവർക്ക് സൗകര്യം കിട്ടിയില്ല. ഒരു പ്രകടനം കൊണ്ട് മാത്രമാണോ ഒരു വാർത്താ സമ്മേളനം നടന്നുകൊണ്ട് പാർട്ടിയിലെ ഐക്യം ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ പ്രശ്നമാണ്. പക്ഷേ അങ്ങനെയെങ്കിലും ഒരു ഐക്യം ഉണ്ടെന്ന് തോന്നിപ്പിക്കുകയെങ്കിലും ചെയ്യാം.